ഹായ് ഓൾ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ മുൻവർഷങ്ങളിലെ 8 ചോദ്യ പേപ്പറുകൾ അനലൈസ് ചെയ്ത സമയത്ത് സയൻസ് ആൻഡ് ടെക് എന്ന് പറയുന്ന പോർഷൻ്റെ എനർജി എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്ന് 4ഓളം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അത്രത്തോളം ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതോ വലിയ രീതിയിലുള്ള ടെക്നിക്കലി നമുക്ക് ഭയങ്കര നോളജ് വേണം എന്നുള്ള ഒരു മേഖലയല്ല, അല്ലെങ്കിൽ ചോദ്യങ്ങളല്ല ആ ഒരു എനർജി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എനർജി എന്ന് പറയുന്ന ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ഏരിയ അറിഞ്ഞിരിക്കുന്നത്, പഠിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടാൻ സഹായകമായേക്കാം. അപ്പോൾ ആ ഒരു പോർഷൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്ത് എന്തൊക്കെ ഭാഗം നോക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനർജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഊർജം. ഈ ഒരു ഊർജ്ജ സ്രോതസ്സുകൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. തുടക്കം മുതൽ അവസാനം വരെ എന്താണ് എനർജി, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളല്ല നോക്കുന്നത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എന്ത് മാത്രം ആവശ്യം അത് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം എനർജി തന്നെ 2 തരത്തിലുള്ള എനർജി സോഴ്സുകളുണ്ട്. റിന്യൂവബിൾ എനർജി സോഴ്സും ഉണ്ട്, നോൺ റിന്യൂവബിൾ എനർജി സോഴ്സും ഉണ്ട് അല്ലേ. റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് വെച്ചാൽ പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി, അതാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്. പുനരുപയോഗിക്കാൻ പറ്റുന്നു, അതായത് നമ്മൾ യൂസ് ചെയ്യും തോറും വീണ്ടും വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സോഴ്സിൽ നിന്ന് വീണ്ടും നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ റിന്യൂവബിൾ എനർജീസ് എനർജി ഡിറൈവ് ഫ്രം നാച്ചുറൽ സോഴ്സസ് ദാറ്റ് ആർ റീപ്ലനിഷ്ഡ് അറ്റ് എ ഹയർ റേറ്റ് ദാൻ ദേ ആർ കൺസ്യൂംഡ്. അതായത് അത് നമ്മൾ ഉപയോഗിക്കുന്നതിനേക്കാളും വേഗത്തിൽ അതിൽ നിന്ന് നമുക്ക് തിരിച്ച് എനർജി പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് പെട്ടെന്ന് നശിച്ചു പോകുന്നില്ല, ഇല്ലാതാകുന്നില്ല. അത്തരത്തിലുള്ള എനർജീനെയാണ് നമ്മൾ റിന്യൂവബിൾ എനർജി, പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി എന്ന് പറയുന്നത്. ഉദാഹരണം പറയാൻ പറ്റുന്നത് സൺലൈറ്റ്, സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന സോളാർ എനർജി, വിൻഡ് എനർജി, ഇതെല്ലാം തന്നെ റീപ്ലനിഷ്ഡ് ആകുന്നു, റീചാർജ് ചെയ്യപ്പെടുന്ന എനർജിയാണ്. അത് നമ്മൾ ഉപയോഗിക്കും തോറും നശിച്ചു പോകുന്ന ഒന്നല്ല. അപ്പൊ അതാണ് റിന്യൂവബിൾ എനർജി, പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പൊ വൈദ്യുതി മേഖലയിൽ എല്ലാ രാജ്യങ്ങളും, ലോകരാജ്യങ്ങളെല്ലാം തന്നെ പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതിയിലോട്ട്, റിന്യൂവബിൾ എനർജിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇന്ത്യയും ആ ഒരു പാതയിലാണ്. അതുകൊണ്ട് റിന്യൂവബിൾ എനർജി സോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ജനറേറ്റിംഗ് റിന്യൂവബിൾ എനർജി ക്രിയേറ്റ് ഫാർ ലോവർ എമിഷൻസ്. നമുക്കറിയാം റിന്യൂവബിൾ എനർജിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പുറന്തള്ളുന്ന കാർബൺ എമിഷൻ വളരെ കുറവാണ്. നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ നമ്മളെ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. അത് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്നു, ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടുന്നതിന് കാരണമാകുന്നു, ചൂട് കൂടുന്നതിന് കാരണമാകുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി മാക്സിമം കാർബൺ എമിഷൻ കുറയ്ക്കുന്ന എനർജി ആയിരിക്കണം. നമുക്കറിയാം ഫോസിൽ ഫ്യൂൽസ് ഒക്കെ കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിലോട്ടൊക്കെ മാറുന്നു. അപ്പോൾ റിന്യൂവബിൾ എനർജിയുടെ പ്രത്യേകത എന്താണ്? അത് ലോവർ എമിഷൻസ് ആണ്, അത് കാർബൺ എമിഷൻസ് കുറവാണ് മറ്റതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഇന്ന് ലോകരാജ്യങ്ങളിൽ മിക്ക രാജ്യങ്ങളുടെയും കൂടുതൽ വൈദ്യുതി എന്ന് പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കാർബൺ എമിറ്റ് ചെയ്യുന്ന ഫ്യൂവൽസും തന്നെയാണ്, നോൺ റിന്യൂവബിൾ എനർജിയും തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് റിന്യൂവബിൾ എനർജിയിലോട്ടുള്ള ഒരു മാറ്റമാണ് ക്ലൈമറ്റ് ക്രൈസിസ് അഡ്രസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞ എന്താ, റിന്യൂവബിൾ എനർജി, പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി. ആ ഒരു എനർജിയുടെ പ്രത്യേകത അത് പെട്ടെന്ന് തീരത്തില്ല, ഭാവി തലമുറയ്ക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ആ ഒരു വൈദ്യുതി എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള എമിഷൻ, കാർബൺ എമിഷൻ വളരെ കുറവാണ്. ഇനി നമ്മൾ കഥയൊക്കെ മാറ്റി ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള മേഖലയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു ചോദ്യം വരാൻ സാധ്യതയുള്ളത്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഏതൊക്കെയാണ്? പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതിയുടെ സോഴ്സുകൾ ഏതൊക്കെ സോഴ്സുകളാണ്? ഒന്ന് സോളാർ എനർജി, നമുക്കറിയാം സൗരോർജം, അത് പുനരുപയോഗിക്കാൻ പറ്റുന്നു. അത് പെട്ടെന്ന് തീർന്നു പോകുന്നുണ്ടോ? ഇല്ല. വിൻഡ് എനർജി, ദെൻ കാറ്റിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി. ജിയോ തെർമൽ എനർജി, ജിയോ തെർമലും തെർമലും നിങ്ങൾ ശ്രദ്ധിക്കണം. ജിയോ തെർമൽ എന്ന് പറയുന്നത് വേറെ, തെർമൽ എനർജി എന്ന് പറയുന്നത് വേറെ. ഭൂമിക്കടിയിൽ നിന്ന് ട്രാപ്പ് ചെയ്തിരിക്കുന്ന ചൂട് കൊണ്ടുണ്ടാകുന്നതാണ് ജിയോ തെർമൽ എനർജി. അതേസമയം കൽക്കരി പോലുള്ളവ കത്തിച്ചുണ്ടാക്കുന്നതാണ് തെർമൽ എനർജി. ജിയോ തെർമൽ ഒരു റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്, ജിയോ തെർമൽ. അപ്പൊ ഇനി അടുത്ത് ഹൈഡ്രോ പവർ, വെള്ളത്തിൽ നിന്ന് ഹൈഡ്രോ പവർ, വെള്ളത്തിൽ നിന്ന് ജലവൈദ്യുതി. ദെൻ ഓഷൻ എനർജി, അതിനകത്ത് ടൈഡൽ എനർജിയും വരുന്നുണ്ട്. മറ്റൊന്ന് ബയോ എനർജി, ബയോമാസ് ഉപയോഗിച്ചുണ്ടാകുന്ന ബയോ എനർജി. അപ്പൊ ഇതെല്ലാം തന്നെ റിന്യൂവബിൾ സോഴ്സ് ആണ്. അപ്പൊ ഈ താഴെ പറയുന്നവയെല്ലാം റിന്യൂവബിൾ ആണ്, പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി മാർഗങ്ങളാണ്. സോളാർ, വിൻഡ്, ജിയോ തെർമൽ, ഹൈഡ്രോ, ഓഷൻ എനർജി, ബയോ എനർജി. അതേസമയം ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ഏതൊക്കെയാണ്? പുനരുപയോഗിക്കാൻ പറ്റാത്ത വൈദ്യുതി മാർഗം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നോൺ റിന്യൂവബിൾ എന്ന് വെച്ചാൽ ഉപയോഗിക്കും തോറും അത് റീചാർജ് ചെയ്യുന്ന അളവ് കുറവാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നതിന്റെ അത്രയും വേഗത്തിൽ
അത് തിരിച്ച് വരുന്നില്ല, അത്രത്തോളം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല. അതിനാണ് നോൺ റിന്യൂവബിൾ, പുനരുപയോഗിക്കാൻ പറ്റാത്ത വൈദ്യുതി. നമുക്കറിയാവുന്ന പോലെ പെട്രോളിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ, ക്രൂഡ് ഓയിൽ, അതായത് പെട്രോൾ, ഡീസൽ, നാച്ചുറൽ ഗ്യാസ്, അതേപോലുള്ള ഫോസിൽ ഫ്യൂവൽസ് എല്ലാം തന്നെ നോൺ റിന്യൂവബിളാണ്, പുനരുപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഉപയോഗിക്കുന്നവർ അത്രത്തോളം റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രത്തോളം പുതിയതായിട്ട് ഭൂമിയിൽ പെട്രോളിയം, ക്രൂഡ് ഓയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, കോള്, ഫോസിൽ ഫ്യൂവൽ, കൽക്കരി, ഫോസിൽ ഫ്യൂവൽസ്, അതായത് നമ്മളെ ഈ പറയുന്ന ഫോസിൽ ഫ്യൂവൽസ് എല്ലാം തന്നെ എന്താണ്? നോൺ റിന്യൂവബിൾ ആണ്. അതുപോലെ ന്യൂക്ലിയർ എനർജിയും നോൺ റിന്യൂവബിൾ ആണ്. ന്യൂക്ലിയർ എനർജി നമുക്കറിയാലോ, ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത് നോൺ റിന്യൂവബിൾ ആണ്, അതായത് അത് പുനരുപയോഗിക്കാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന ആണവോർജം എന്ന് പറയുന്നതും പുനരുപയോഗിക്കാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പൊ നമ്മൾ രണ്ട് സോഴ്സസ് നോക്കി, റിന്യൂവബിൾ, നോൺ റിന്യൂവബിൾ. അപ്പൊ ഇതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഏതാണ് റിന്യൂ ചെയ്യാൻ പറ്റുന്നത്, പുനരുപയോഗിക്കാൻ പറ്റുന്നത് ഏതാണ്, പുനരുപയോഗിക്കാൻ പറ്റാത്തത് ഏതാണെന്നുള്ള ചോദ്യങ്ങൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്ത് ഇവിടെ നോക്കുന്നത് ഇന്ത്യയിലെ ഈ പറയുന്ന വൈദ്യുതി ഉൽപാദനത്തിന്റെ ഒരു കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സെക്ടറാണ്. അപ്പൊ സ്വകാര്യ വൈദ്യുതി ഉൽപാദകരാണ് ഇന്ത്യയിൽ 51% വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നത്. വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം, ഇന്ത്യയുടെ ടോട്ടൽ വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനം പ്രൈവറ്റ് സെക്ടർ? 51. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ലേറ്റസ്റ്റ് ഡേറ്റയാണ്, 31/1/2024 കണക്കാണ്. മുൻ വർഷങ്ങളിൽ ചോദ്യം ചോദിച്ചിരിക്കുന്നതിന് ചെറിയ വ്യത്യാസം ഇതിൽ വന്നിട്ടുണ്ട്. 2024 കണക്ക് പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഏറ്റവും കൂടുതൽ 51% മെജോറിറ്റിയും പ്രൈവറ്റ് സെക്ടേഴ്സ് ആണ്. ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നോക്കിയാൽ സെൻട്രൽ സെക്ടർ 23.8, സ്റ്റേറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഗത്ത് നോക്കിയാൽ 24.7. അപ്പൊ ഇതാണ് വൈദ്യുതി ഉൽപാദനത്തിന്റെ കണക്കാണ് പറയുന്നത്. 51% സ്വകാര്യ മേഖല, ബാക്കിയുള്ള ശതമാനം നോക്കിയാൽ അതിൽ കൂടുതൽ സ്റ്റേറ്റ് ആണ് 24, സംസ്ഥാന സർക്കാരുകളാണ് 24, ഇനി കേന്ദ്ര സർക്കാർ 23.8. ഇത് വൈദ്യുതി ഉൽപാദനത്തിന്റെ കാര്യം. ഇനി ഉൽപാദനത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഏത് മേഖലയാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ? നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഏത് സോഴ്സിൽ നിന്നുള്ള വൈദ്യുതിയാണ്? നമുക്കറിയാലോ, ഏതാണ്? യെസ്, തെർമൽ എനർജി അല്ലെ, തെർമൽ ആണ്. തെർമൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് എന്നുള്ള ഈ പറയുന്ന കൽക്കരി കത്തിച്ചുണ്ടാകുന്ന. അപ്പൊ കോൾ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തെർമൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഏറ്റവും കൂടുതൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സോഴ്സ് തെർമൽ ആണ്. അതുപോലെ താപ വൈദ്യുതി, അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട ഇന്ധനം കോളാണ്, കൽക്കരി കത്തിച്ചിട്ടാണ്. അപ്പൊ ഇതിലൊരു വ്യത്യാസമുണ്ട്. മുൻവർഷങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യാസം 2024 കണക്ക് പ്രകാരം നമ്മളിവിടെ ഫോസിൽ ഫ്യൂവൽസ് എന്നും നോൺ ഫോസിൽ ഫ്യൂവൽസ് എന്നും എഴുതിയിട്ടുണ്ട്. അതായത് ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് എത്രയാണ് നമ്മുടെ രാജ്യം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി നോക്കി, മൊത്തം ഉൽപാദനത്തിന്റെ 55% ഫോസിൽ ഫ്യൂവൽസ്, അതിൽ 48% കോളാണ്. ഫോസിൽ ഫ്യൂവൽസിനകത്താണ് തെർമൽ എനർജി വരുന്നത്. അതായത് ഈ പറയുന്ന പെട്രോള്, കോള്, ഡീസൽ, ഗ്യാസ് തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇന്ത്യയുടെ മൊത്തം ഉൽപാദനത്തിന്റെ 55.9% ഫോസിൽ ഫ്യൂവൽസിൽ നിന്ന് കിട്ടുന്ന വൈദ്യുതി. അപ്പൊ ഇതെന്താണ്? ഇതൊരു നോൺ റിന്യൂവബിൾ ആണ്. അപ്പൊ ഇന്ത്യ സ്റ്റിൽ നോൺ റിന്യൂവബിൾ, പുനരുപയോഗിക്കാൻ പറ്റാത്ത വൈദ്യുതിയാണ് മെജോറിറ്റി. വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം, ഇന്ത്യയിൽ ഭൂരിപക്ഷവും റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ അത് തെറ്റാണ്. നമ്മൾ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, അതിലും ഫോസിൽ ഫ്യൂൽ ആണ് കൂടുതൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തെർമൽ ആണ്, അത് താപവൈദ്യുതിയാണ്. ഇനി അടുത്ത് ഈ പറയുന്ന നോൺ ഫോസിൽ ഫ്യൂവൽസ് എടുത്തു കഴിഞ്ഞാലോ അതിനകത്ത് ഹൈഡ്രോ പവർ. ഈ ഫോസിൽ ഫ്യൂവൽസ് കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും കൂടുതൽ രണ്ടാമത് ഹൈഡ്രോ ഇലക്ട്രിസിറ്റി, അതായത് വെള്ളത്തിൽ നിന്നുള്ളതാണ്. അത് 10.9%. അത് കഴിഞ്ഞ് വിൻഡ്, സോളാർ, അതുപോലെ മറ്റ് കാര്യങ്ങൾ, ഇവിടെ സ്മോൾ ഹൈഡ്രോ പവർ, അങ്ങനെ മറ്റ് കാര്യങ്ങളാണ് അടുത്ത് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് ഏതാണ്? ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സംഗതി എന്ന് പറയുന്നത് തെർമൽ എനർജിയാണ് എന്നുള്ള കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ നമുക്കിവിടെ മനസ്സിലാക്കുന്നുണ്ട് സോളാർ 17.3 എന്ന് പറയുന്നുണ്ട്. ഇത് ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കാണ്. പക്ഷെ അനൗദ്യോഗിക കണക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തെർമൽ ഇത്രയും അല്ല, വളരെ കൂടുതലാണ്, ഇതിലും കൂടുതലാണ്. കാരണം 2021 കണക്ക് പ്രകാരം ഏകദേശം 70% ഇന്ത്യയിൽ തെർമൽ എനർജി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് എന്ത് ചെയ്തിട്ടുണ്ട്? 50 സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് കണക്ക് എത്രത്തോളം ശരിയാണെന്നുള്ളത് നമുക്കറിയില്ല.
എന്നിരുന്നാലും ഗവൺമെന്റ് ഔദ്യോഗിക കണക്കാണ്. ഈ ന്യൂക്ലിയർ എനർജി 1.7 ആണ്. നമ്മുടെ മുൻ വർഷത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഇന്ത്യയിൽ എത്ര ശതമാനമാണ് ന്യൂക്ലിയർ എനർജി? അന്ന് 3% പക്ഷെ ഇത് ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 1.7. ഇപ്പൊ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരം 1.7 ആണ് ഇന്ത്യയിൽ ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ന്യൂക്ലിയർ എനർജിയുടെ മൊത്തം എനർജി പ്രൊഡക്ഷനിലെ ന്യൂക്ലിയർ എനർജി കപ്പാസിറ്റി 1.7 ആണ്. 1.7% ആണ്. അതുപോലെ ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസിൽ ഫ്യൂൽ 55%, നോൺ ഫോസിൽ ഫ്യൂൽസ് 44. ഈ നോൺ ഫോസിൽ ഫ്യൂൽസിനകത്ത് ന്യൂക്ലിയർ വരുന്നു. ഇതൊരു നോൺ റിന്യൂവബിൾ എനർജിയാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഫോസിൽ ഫ്യൂൽസ് നോൺ ഫോസിൽ ഫ്യൂൽസിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ഇതൊരു നോൺ റിന്യൂവബിൾ എനർജിയാണ്. അത് 1.7 ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇന്ത്യയിൽ ഭൂരിപക്ഷവും റിന്യൂവബിൾ എനർജി അല്ല, നോൺ റിന്യൂവബിൾ എനർജിയാണ്. പുനരുപയോഗിക്കാൻ പറ്റാത്ത വൈദ്യുതിയാണ് ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഇന്ത്യ എടുത്തിട്ടുള്ള കുറച്ച് പ്ലഡ്ജ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യ എടുത്തിട്ടുള്ള കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഇന്ത്യ വെച്ചിട്ടുണ്ട്. എന്താണ്, അല്ലെങ്കിൽ ഇന്ത്യ പറഞ്ഞിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 2030 കൂടി നോൺ ഫോസിൽ ഫ്യൂൽ കപ്പാസിറ്റി ഇന്ത്യ വിൽ ഇൻക്രീസ്. അതായത് നോൺ ഫോസിൽ ഫ്യൂൽ, ഹൈഡ്രോ, അതുപോലെ സോളാർ, വിൻഡ്, അതെല്ലാം 500 GW ആയിട്ട് ഉയർത്തുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ 2030 ആകുമ്പോൾ ഇന്ത്യയുടെ മൊത്തം എനർജി പ്രൊഡക്ഷൻ 100 ആണെങ്കിൽ അതിന്റെ 50%, മൊത്തം എനർജി പ്രൊഡക്ഷൻ 50% നോൺ റിന്യൂവബിൾ എനർജി. അതായത് 2030 കൂടി ഇന്ത്യ മൊത്തം എനർജി പ്രൊഡക്ഷന്റെ പകുതിയെങ്കിലും പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി ആയിട്ട് മാറ്റുമെന്ന് ഇന്ത്യ പറയുന്നുണ്ട്. അപ്പൊ ഇന്ത്യ മുന്നിൽ വെച്ചിരിക്കുന്ന ഒരു ലക്ഷ്യമാണ് 2030. 2030 ആകുമ്പോൾ മൊത്തം എനർജിയുടെ പകുതിയെങ്കിലും നമ്മൾ പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതിയാക്കി മാറ്റും. ഇന്ത്യയുടെ കമ്മിറ്റ്മെന്റ് ആണ് ഇത്. അതുപോലെ തന്നെ 1 ബില്യൺ ടൺ ഇപ്പോഴത്തെ കാർബൺ എമിഷൻ, കാർബണിന്റെ പുറന്തള്ളൽ 1 ബില്യൺ ടൺ കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നു. 2030 കൂടി നമ്മുടെ കാർബൺ ഇന്റൻസിറ്റി, കാർബണിന്റെ ഉപയോഗം എന്ത് ചെയ്യുന്നുണ്ട്? 35% ആയിരുന്നു മുന്നേ വെച്ച്, ഇപ്പൊ 45% കാർബൺ ഇന്റൻസിറ്റി കുറയ്ക്കാൻ പറ്റുമെന്ന് പറയുന്നു. 2070 ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കാനുള്ളത്. 2070 കൂടി ഇന്ത്യ നെറ്റ് സീറോ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന പറയുന്നത്. നെറ്റ് സീറോ, അതിനാണ് നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്നത്. കാർബൺ ന്യൂട്രൽ, നെറ്റ് സീറോ എന്ന് വെച്ചാൽ എന്താ? നെറ്റ് സീറോ എമിഷൻ ആണ് 2070 ഇന്ത്യ ലക്ഷ്യം വെക്കുന്നത്. ആ ഒരു പോയിന്റ് മനസ്സിലാക്കുക. എത്രമാത്രം പുറന്തള്ളുന്നോ അത്രത്തോളം തന്നെ അബ്സോർബ് ചെയ്യുന്നു. സീറോ, നെറ്റ് സീറോ എഫക്റ്റ് ആണ് ഉണ്ടാകുക. അതായത് ഇപ്പോൾ എത്ര ടൺ കാർബൺ പുറത്തുള്ളത്, 100 ടൺ കാർബൺ പുറന്തള്ളി കഴിഞ്ഞാൽ 100 ടൺ തന്നെ നമ്മൾ അബ്സോർബ് ചെയ്യുന്നു. എങ്ങനെ? മരങ്ങൾ നട്ടുപിടിപ്പിച്ച്, അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങൾ യൂസ് ചെയ്ത്, അതുപോലെ തന്നെ നോൺ ഫോസിൽ ഫ്യൂൽസ് യൂസ് ചെയ്തൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കാർബൺ എത്ര എമിറ്റ് ചെയ്യുന്നു അത്ര തന്നെ അബ്സോർബ് ചെയ്യുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ എന്താകുക? നെറ്റ് സീറോ, കാർബൺ ന്യൂട്രൽ. 2070 കൂടി ഇന്ത്യ കാർബൺ ന്യൂട്രൽ. അപ്പൊ നിങ്ങൾ കാർബൺ നെഗറ്റീവ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഭൂട്ടാൻ കാർബൺ നെഗറ്റീവ് ആണെന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ എത്ര പുറന്തള്ളുന്നു അതിനേക്കാളും കൂടുതൽ അബ്സോർബ് ചെയ്യുന്നു, കാർബൺ നെഗറ്റീവ് എന്ന് പറയാറില്ല. അപ്പൊ 2070 കൂടി ഇന്ത്യ കാർബൺ നെറ്റ് സീറോ കാർബൺ എമിറ്റ് ചെയ്യുന്ന കൺട്രി ആയിട്ട് മാറുമെന്ന് പറയുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. കേരളത്തിന്റെ കാര്യം എടുത്താൽ കേരളം 2050 കൂടി നെറ്റ് കാർബൺ ന്യൂട്രൽ ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ നീതി ആയോഗിന്റെ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ്, അപ്പൊ കേരളത്തിന്റെ കാര്യം പറഞ്ഞാൽ നീതി ആയോഗിന്റെ സ്റ്റേറ്റ് എനർജി ആൻഡ് ക്ലൈമറ്റ് ഇൻഡെക്സ് സൂചികയിൽ കേരളമാണ് 2ാം സ്ഥാനം, ഗുജറാത്ത് കഴിഞ്ഞ. അതായത് ഈ പറയുന്ന എനർജി മേഖലയിലെ പെർഫോമൻസിൽ കേരളമാണ് 2ാം സ്ഥാനം വലിയ സംസ്ഥാനങ്ങളിൽ. 1ാമത് ഗുജറാത്ത് ആണെങ്കിൽ 2ാമത് കേരളം. അതൊന്ന് അറിഞ്ഞിരിക്കുക നീതി ആയോഗിന്റെ സൂചിക. അപ്പൊ കേരളത്തില് വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ് KSEB, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ അനർട്ട്, ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി. ഇത് രണ്ടും കേരളത്തിന്റെ വൈദ്യുതി മേഖലയിൽ പ്രവർത്തിക്കുന്ന 2 സ്ഥാപനങ്ങളാണ്. ഈ പോയിന്റുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇന്ത്യയിലെ ഇലക്ട്രിസിറ്റി ആക്ട്, അതായത് മൊത്തം വൈദ്യുതി മേഖലയെ നിയന്ത്രിക്കുന്ന നിയമമാണ് ഇലക്ട്രിസിറ്റി ആക്ട് എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ, പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രൊവൈഡ് പവർ ടു ഓൾ. അതായത് കോമ്പറ്റീഷൻ, കമ്പനികൾക്കിടയിൽ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക. എന്നാലല്ലേ കുറഞ്ഞ വിലയ്ക്ക് മെച്ചപ്പെട്ട സേവനം ഏത് കമ്പനിയാണോ കൊടുക്കുന്നത് അവർ ജനങ്ങൾക്ക് എന്ത് ചെയ്യുക? സമീപിക്കാം. കോമ്പറ്റീഷൻ, കൺസ്യൂമേഴ്സിന്റെ താല്പര്യം സംരക്ഷിക്കുക, എല്ലാവരിലും വൈദ്യുതി എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ദേശീയ വൈദ്യുതി നയം രൂപീകരിക്കാൻ പറയുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിൽ വൈദ്യുതി എത്തിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കൊണ്ടുവരുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ലൈസൻസ് കൊടുക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. ഈ പറയുന്ന വൈദ്യുതി വ്യാപാരത്തിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിർബന്ധമായിട്ടും മീറ്ററിംഗ് നടപ്പിലാക്കണം. അതുപോലെ ഇലക്ട്രിസിറ്റി തെഫ്റ്റ്, നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ, വൈദ്യുതി മോഷണം എന്ന് പറയുന്ന ലൈനിൽ നിന്ന് അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളും പെനാൽറ്റി അടിക്കുന്നതിനൊക്കെ പറ്റി പറയുന്നുണ്ട്.
ഈ ഒരു വൈദ്യുതി നിയമം 1910 വൈദ്യുതി നിയമത്തിനെ റീപ്ലേസ് ചെയ്ത്, അതുപോലെ പണ്ട് മുന്നേ ഉണ്ടായിരുന്ന 48 അങ്ങനെ പല കാലഘട്ടങ്ങളിൽ 98, 10 ഉണ്ടായിരുന്ന നിയമങ്ങൾ റീപ്ലേസ് ചെയ്താണ് 2003 പുതിയൊരു നിയമം വരുന്നത്, പിന്നീട് ഭേദഗതി ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ രാജ്യത്തിന് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെയും കോർഡിനേഷനോട് കൂടി വൈദ്യുതി മേഖലയുടെ വളർച്ച, വാണിജ്യവൽക്കരണം എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി, 2003 ഈ ഒരു ഇലക്ട്രിസിറ്റി ആക്ട് നിലവിൽ വരുന്നത്. ഇനി അറ്റോമിക് എനർജി. അപ്പൊ നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അറ്റോമിക് എനർജി, ആണവോർജ്ജം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അറ്റോമിക് എനർജി കമ്മീഷൻ ഉണ്ട്. എനർജി കമ്മീഷൻ 1948 ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് റിസർച്ചിന്റെ കീഴിലാണ് കൊണ്ടുവരുന്നെങ്കിലും 54 എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ വഴി എന്ത് ചെയ്യുന്നുണ്ട്, അറ്റോമിക് എനർജി കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാക്കി മാറ്റുന്നുണ്ട്. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജി 54 വരികയും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിലാണ് അറ്റോമിക് എനർജി കമ്മീഷൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നമ്മൾ ബാർക്കിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലെ, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, നമുക്കറിയാമല്ലോ, ഹോമി ജെ ഭാഭ എന്ന് പറയുന്നത്. അപ്പൊ ഹോമി ജെ ഭാഭയുടെ നേതൃത്വത്തില് ട്രോംബെയില് 1954 അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം ഡോക്ടർ ഹോമി ജെ ഭാഭ, ഹോമി ജഹാംഗീർ ഭാഭയുടെ നേതൃത്വത്തിൽ 1954 ട്രോംബെയിലാണ് അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന സ്ഥാപനം സെറ്റപ്പ് ചെയ്യുന്നെങ്കിലും പിന്നീട് ഹോമി ജെ ഭാഭയുടെ മരണത്തിന് ശേഷം ഈ ഒരു അറ്റോമിക് എനർജി എസ്റ്റാബ്ലിഷ്മെന്റിന്റെ പേര് എന്താക്കി മാറ്റുന്നുണ്ട്, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ, ബാർക്ക്. അപ്പൊ ബാർക്കിനെ പറ്റി അറിഞ്ഞിരിക്കുക, ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇനി നമ്മൾ വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങൾ എവിടെയൊക്കെയാണ്, ഈ പറയുന്ന പോലെ അറ്റോമിക് പവർ സ്റ്റേഷൻസ് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോമിക് പവർ സ്റ്റേഷൻ വരുന്നത് മഹാരാഷ്ട്രയിലെ താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റ് ആണ്. അപ്പൊ മഹാരാഷ്ട്രയിലുള്ള താരാപൂർ അറ്റോമിക് പവർ പ്ലാന്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, അറ്റോമിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് അറിഞ്ഞിരിക്കുക, ഫസ്റ്റ് ആണ്. അപ്പൊ മൊത്തത്തില് 7 എണ്ണമാണുള്ളത്. അതിൽ ഒന്ന് താരാപൂർ, മറ്റൊന്ന് റാവത്ത് ഭട്ട, രാജസ്ഥാനിലുള്ള റാവത്ത് ഭട്ട അറ്റോമിക് പവർ സ്റ്റേഷൻ, മറ്റൊന്ന് നമ്മൾ കൽപ്പാക്കം പവർ സ്റ്റേഷൻ എന്ന് പറയാറില്ല, അതിന്റെ പേര് മദ്രാസ് അറ്റോമിക് പവർ സ്റ്റേഷൻ എന്നാണ്, തമിഴ്നാട്ടിലെ കൽപ്പാക്കത്താണ് സ്ഥിതി ചെയ്യുന്നത്. മൂന്നാമത്തത് കൈഗ, എവിടെയാ, കർണാടകയാണ്. കൂടംകുളം തമിഴ്നാടാണ്. നറോറ എന്ന് പറയുന്ന ഉത്തർപ്രദേശാണ്. കക്രപ്പാർ ഗുജറാത്തിലാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ 7 എണ്ണം, ഒന്ന് കക്രപ്പാർ, നറോറ, കൂടംകുളം, കൈഗ, മദ്രാസ്, റാവൽ ഭട്ട ആൻഡ് താരാപൂർ എന്നിങ്ങനെ 7 അറ്റോമിക് പവർ പ്ലാന്റ്സ് ആണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്. അതിൽ ആദ്യം വന്നിട്ടുള്ളത് മഹാരാഷ്ട്രയാണ്. ഏറ്റവും അവസാനം ഉദ്ഘാടനം ചെയ്തത് കൂടംകുളമാണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. ഇതിൽ മഹാരാഷ്ട്ര എന്നുള്ള താരാപൂർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. ഓക്കെ അല്ലെ? റാവത്ത് ഭട്ട രാജസ്ഥാൻ എന്ന് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്, രാജസ്ഥാൻ എന്ന് പഠിക്കാൻ എളുപ്പമാണ്. പിന്നെ കൽപ്പാക്കം നമ്മൾ അടുത്ത് കിടക്കുന്നു, കൂടംകുളവും നമ്മൾ അടുത്ത് കിടക്കുന്നുണ്ട്, അത് തമിഴ്നാടാണെന്ന് ഓർക്കണം. കൂടംകുളവും കൽപ്പാക്കവും കെ കണ്ട് തെറ്റിപ്പോരുത്. കൽപ്പാക്കവും കൂടംകുളവും തമിഴ് പേരുകളാണ്. തമിഴ്നാട് നമ്മുടെ അടുത്ത് കിടക്കുന്നത്, നമുക്ക് ഓർത്തിരിക്കണം. കൈഗ കർണാടക, കൈഗ കെ കർണാടക. കൂടംകുളവും കൽപ്പാക്കവും നമ്മൾ കാണാതെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കൈഗ കർണാടകയാണ്. പിന്നെ അതിനുശേഷം നറോറ ഉത്തർപ്രദേശാണ്. കക്രപ്പാർ ഗുജറാത്താണ്. ഓക്കെ, കക്രപ്പാർ ഗുജറാത്താണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കുക. 7 അറ്റോമിക് പവർ സ്റ്റേഷൻസ് ആണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും പ്രവർത്തിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നോക്കുന്ന യുറേനിയം. നമുക്കറിയാം, യുറേനിയം എന്ന് പറയുന്നത് നമ്മുടെ ആണവോർജത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഇന്ധനമാണ് യുറേനിയം എന്ന് പറയുന്നത്. ഈ യുറേനിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഇന്ത്യയിൽ ലിമിറ്റഡ് റിസോഴ്സ് ഓഫ് യുറേനിയമേ ഉള്ളൂ. പക്ഷേ തോറിയം എന്ന് പറയുന്ന ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന തോറിയത്തിന്റെ ഡെപ്പോസിറ്റ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന തോറിയം അളവ് കൂടുതലാണ്, പക്ഷെ യുറേനിയത്തിന്റെ അളവ് വളരെ കുറവാണ്. പ്രത്യേകത, ഈ തോറിയത്തിനെ നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ തോറിയം യുറേനിയം ആക്കി മാറ്റി, അല്ലെങ്കിൽ യുറേനിയമായിട്ട് ചേർത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ 3 സ്റ്റേജസ് ആയിട്ടുള്ള നമ്മുടെ ഒരു അറ്റോമിക് പ്ലാൻ ആണ് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതിൽ 3ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് തോറിയം യൂസ് ചെയ്യാൻ പറ്റുക. ഇനി യുറേനിയം ഡെപ്പോസിറ്റിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഈ പറയുന്ന സ്ഥലങ്ങളിലാണ് പ്രധാനമായിട്ടും യുറേനിയം ഡെപ്പോസിറ്റുകൾ ഉണ്ടാകുക. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ആന്ധ്രാപ്രദേശാണ്. അപ്പൊ കടപ്പ, സൗത്ത് കടപ്പ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ യുറേനിയം ഡെപ്പോസിറ്റ് കാണുന്നത്. അതുപോലെ തെലങ്കാനയിലും ഉണ്ട്. ദെൻ കർണാടക ഭീമ ബേസിൻ, ജാർഖണ്ഡ് സിംഗ്ബം ഷിയർ സോണിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. രാജസ്ഥാൻ നോർത്ത് ഡൽഹി ഫോൾഡ് ബെൽറ്റിലാണ് കാണപ്പെടുന്നത്.
ആരവല്ലി മൗണ്ടൻസിന്റെ അവിടെ, മേഘാലയയിലെ മഹാദേക് ബേസിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള യുറേനിയം ഡെപ്പോസിറ്റുകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ സ്ഥലങ്ങൾ. വേഗത്തിലൊന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം തോറിയം ഡെപ്പോസിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ തോറിയം ഡയറക്റ്റ് ആയിട്ട് കാണുകയല്ല ചെയ്യുന്നത്. തോറിയം ഡെപ്പോസിറ്റുകളുള്ള മണലാണ് മോണസൈറ്റ് എന്ന് പറയുന്നത്. ഈ മോണസൈറ്റിലാണ് തോറിയം നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുക. ഈ മോണസൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ മോണസൈറ്റിൽ 8 മുതൽ 10% വരെ തോറിയം ഉണ്ടാവും. മോണസൈറ്റ്, ഇൽമനൈറ്റ് തുടങ്ങിയതിലാണ് നമുക്ക് തോറിയം ഡെപ്പോസിറ്റ് കൂടുതലായിട്ട് കിട്ടുക. അപ്പോൾ ഇന്ത്യയിലെ ഈ പറയുന്ന അറ്റോമിക് എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജിയുടെ 3 സ്റ്റേജസ് ഉണ്ട്. അതിൽ 3ാമത്തെ സ്റ്റേജിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, തോറിയം യൂസ് ചെയ്യാൻ പറ്റുക. ഈ തോറിയം എന്ന് പറയുന്ന മോണസൈറ്റും ഇൽമനൈറ്റും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ മോണസൈറ്റിൽ എന്ന് പറയുന്നത്, മോണസൈറ്റിനകത്ത് ആ കാണപ്പെടുന്ന മണലിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 8 മുതൽ 10% വരെ തോറിയം ഡെപ്പോസിറ്റ് ഉണ്ട്. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കേരളത്തിന്റെ ഒറീസയിലേക്ക് ബീച്ചസിലാണ്. ഓക്കെ അല്ലേ? മറ്റു സ്ഥലങ്ങളിലും ഇതിനേക്കാളും കൂടുതൽ മോണസൈറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും ആ മോണസൈറ്റിനകത്ത് ഏറ്റവും കൂടുതൽ തോറിയം കണ്ടന്റ് റിച്ച് കണ്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ കേരളത്തിന്റെ ബീച്ചസിലാണ് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. അപ്പോൾ കേരളത്തിൽ ഈ തോറിയത്തിന്റെ മോണസൈറ്റ് ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി വേറൊരു കാര്യം, ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് മാത്രമാണ് മോണസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനുള്ള അധികാരം. നമ്മുടെ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് യൂസിനും അതുപോലെ തന്നെ എക്സ്പോർട്ടിനും മോണസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും പ്രോസസ് ചെയ്യാനുമുള്ള ഈ പറയുന്ന മോണോസൈറ്റിന്റെ പ്രോസസ്സിങ്ങിനുള്ള അധികാരമുള്ള ഒരേ ഒരു സ്ഥാപനം ഇന്ത്യ റയർ എർത്ത് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് മാത്രമാണ് അധികാരം എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി മുൻവർഷങ്ങളിൽ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കിയത് എന്താണ്, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി, പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി ഏതാണ്? അപ്പൊ ഇത് 1ാമത്തെ ചോദ്യമാണ്. പുനരുപയോഗിക്കാൻ പറ്റുന്ന വൈദ്യുതി ഏതാണ് എന്നുള്ളത് 1ാമത്തെ ചോദ്യം. നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ കണ്ടെത്തുക. കമന്റ് ബോക്സിൽ ഇടാനുള്ളതാണ് നിങ്ങൾ ആൻസർ. ഈ ആൻസർ നമുക്ക് നാളെ എന്ത് ചെയ്യാം, ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം എന്ത് ചെയ്യാം, ഇതിന്റെ ആൻസേഴ്സ് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം. അപ്പൊ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, കമന്റ് ഇടുക. 1ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നിട്ട് നിങ്ങളുടെ ഓപ്ഷൻ കമന്റ്, എ ആണെങ്കിൽ എ, ബി ആണെങ്കിൽ ബി, സി ആണെങ്കിൽ സി, ഡി ആണെങ്കിൽ ഡി. അപ്പൊ റിന്യൂവബിൾ എനർജി സോഴ്സിൽ പെടുന്നത് ഏതാണ്? അപ്പൊ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. 1ാമത്തെ നാച്ചുറൽ ഗ്യാസ് ആണോ, ഫോസിൽ ഫ്യൂൽ ആണോ, ന്യൂക്ലിയർ ആണോ, സോളാർ ആണോ? അടുത്ത ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ്, ഇത് ക്വസ്റ്റ്യൻ നമ്പർ ആണ്. ഇത് 2ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ റിന്യൂവബിൾ എനർജി, പുനരുപയോഗിക്കാൻ പറ്റാത്തത് ഏതാണ്? നോട്ട് എ റിന്യൂവബിൾ. ഹൈഡ്രോ, ജലവൈദ്യുതിയാണോ, ജിയോ തെർമൽ ആണോ, നാച്ചുറൽ ഗ്യാസ് ആണോ, ബയോമാസ് ആണോ? ഇതിൽ ഏതാണ് നോട്ട് എ റിന്യൂവബിൾ എനർജി? ഇനി 3ാമത്തത്, വേർ ഇൻ ഇന്ത്യ ഇസ് എ ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്. 3ാമത്തെ ചോദ്യം, ഇത് നമ്മൾ നോക്കിയതാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്ലാന്റ് എവിടെയാണ്? തമിഴ്നാടാണോ, മഹാരാഷ്ട്രയാണോ, കർണാടകയാണോ, ഉത്തർപ്രദേശാണോ? നമ്മൾ പറഞ്ഞു എവിടെയാണെന്നുള്ളത് പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞു എവിടെയാണെന്നുള്ളത്, ലാസ്റ്റത്തെ പോയിന്റ് അല്ലേ. ഇനി അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ നോൺ റിന്യൂവബിൾ സോഴ്സ്? റിന്യൂവബിൾ സോഴ്സ് അല്ലാത്തത് ഹൈഡ്രോ ആണോ, വിൻഡ് ആണോ, ബയോ ആണോ, ന്യൂക്ലിയർ എനർജി ആണോ? ഇത് 4ാമത്തെ ചോദ്യം. അപ്പൊ നമ്മൾ 4 ചോദ്യങ്ങളായി. 5ാമത്തെ ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിലൊരു ചേഞ്ച് ഉണ്ട്. ഇന്ത്യയിലെ മൊത്തം വൈദ്യുതി ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് ന്യൂക്ലിയർ എനർജി? ന്യൂക്ലിയർ എനർജിയിൽ നിന്ന് വരുന്നത്. ആൻസർ ഇതിൽ 3 ആയിരുന്നു. പക്ഷേ നിലവിൽ എത്രയാണ്? നമ്മൾ പറഞ്ഞു നിലവിൽ എത്രയേ ഉള്ളൂ, 1 പോയിന്റ് സംതിങ്ങേ ഉള്ളൂ അല്ലെ. നമ്മളിവിടെ നോക്കിയായിരുന്നു 1.7 അല്ലേ ഉള്ളൂ. 1.7 ന്യൂക്ലിയർ എനർജിയിലുള്ളൂ. ഇതാണ് പുതിയ കണക്കെന്ന് പറയുന്നത്. മുന്നത്തെ കണക്ക് പ്രകാരം 3% ആയിരുന്നു, 3% ആയിരുന്നു മുന്നത്തെ കണക്കിനകത്ത് പറയുന്നത്. ഇവിടുത്തെ ആൻസർ 3 ആണ്. ഓക്കെ അല്ലേ? കാരണം എന്തായാലും അതിലും കൂടുതലല്ല, 3 ആണ്. ഇപ്പൊ 1.7 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളുണ്ട്. ഈ 4 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് കമന്റ് ചെയ്യുക. നമ്മൾ നാളെ എന്ത് ചെയ്യും, ആൻസേഴ്സ് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് നമുക്ക് എനർജി എന്ന് പറയുന്ന പോർഷനകത്ത് നോക്കാനുണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ വഴി ചോദിക്കാം. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.